ഹായ്. നിങ്ങളിപ്പോൾ പലരും എസ്.ഐ.പി വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. സാധാരണ നമ്മൾ എസ്.ഐ.പിയിൽ എന്താണ് ചെയ്യാറുള്ളത്? ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത ടൈമിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത്, ആ ഡേറ്റിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യും. നമ്മളത് സെറ്റ് ചെയ്യുന്ന ഒന്നുകിൽ മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്കിൽ എസ്.ഐ.പി പോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഉണ്ടാവാം. ഇപ്പോൾ സ്റ്റോക്കിലാണെങ്കിൽ ആ ഒരു ഫിക്സഡ് ഡേറ്റിൽ അത്ര എമൗണ്ടിന് ആ ഒരു ഡേറ്റ് എത്തുമ്പോൾ നമ്മുടെ ബ്രോക്കേഴ്സ് നമുക്ക് വേണ്ടി ആ ഷെയറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങും. അങ്ങനെ എല്ലാ മാസവും ഇത് കണ്ടിന്യൂ ചെയ്യും. ആ ഒരു ഏത് ഡേറ്റിലാണോ ഇത് സെറ്റ് ചെയ്തത്, ആ ഡേറ്റിൽ ഇത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. പക്ഷേ ഇതിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. കൂടുതൽ ഫീച്ചേഴ്സ് നമുക്കിതിൽ നമ്മൾ ആഗ്രഹിച്ച കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതാണ് സ്മാർട്ട് എസ്.ഐ.പി. ഇപ്പോൾ നോർമൽ എസ്.ഐ.പിയിൽ സാധാരണ മാർക്കറ്റ് കണ്ടീഷനോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാറില്ല. അത് എല്ലാ കാലത്തും എത്രയാണ് നമ്മൾ എമൗണ്ട് ഫിക്സ് ചെയ്തത് അതിനനുസരിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകാറുള്ളതാണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള പോലെ ഇത് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഓട്ടോമാറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചായിരിക്കും ഇതിൽ എസ്.ഐ.പി നടക്കുന്നത്. ഇതിൽ നമുക്ക് പ്രൈസ് ലിമിറ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിനനുസരിച്ച് ടാർഗറ്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സ്മാർട്ട് ഇക്വിറ്റി എസ്.ഐ.പി വഴി ഇക്വിറ്റി സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ETF-കൾ, കൂടാതെ റിയൽ എസ്റ്റേറ്റിൽ വരുന്ന റീറ്റ്സ്, ഇൻഫ്രാ ഫണ്ടുകളായിട്ടുള്ള ഇൻവിറ്റ്സ്, ഇവയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ഈ ഒരു പ്രൊഡക്റ്റ് വഴി. അപ്പോൾ ഇതിലുള്ള ആദ്യത്തെ ഒരു ഫീച്ചർ ആകുന്നത് നമുക്ക് പ്രൈസ് റേഞ്ചുകൾ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് സാധാരണ എസ്.ഐ.പിയിൽ ഒരു ഫിക്സഡ് ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് സെറ്റ് ചെയ്താൽ ആ ഒരു എമൗണ്ടിന് എല്ലാ കാലത്തും കണ്ടിന്യൂസ് ആയി. ഇപ്പോൾ സാധാരണ എസ്.ഐ.പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ള ഒരു 6 മാസത്തേക്കൊന്നും, അല്ലെങ്കിൽ ചെറിയൊരു ഡ്യൂറേഷൻ കണ്ടിട്ടൊന്നും അല്ല, ലോങ് ടേമിലേക്കായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ആ ഒരു സ്റ്റോക്കിൽ ആ നിശ്ചിത എമൗണ്ട് നിശ്ചിത ഡേറ്റിൽ വാങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്കതിൽ കൂടുതൽ കണ്ടീഷൻസ് ഒന്നും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. പക്ഷേ ഇതിൽ പ്രൈസ് ടാർഗറ്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫിക്സഡ് റേഞ്ചിൽ പ്രൈസ് വരുമ്പോൾ മാത്രം നമുക്ക് വാങ്ങാനുള്ള ഓപ്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു റേഞ്ചിന് പുറത്ത് പ്രൈസ് പോകുമ്പോൾ നമുക്ക് ആ ഒരു എസ്.ഐ.പി സ്കിപ്പ് ചെയ്യാനുള്ള കാര്യം സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം മാർക്കറ്റ് ഒരു ഓവർ വാല്യൂഡ് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ സ്റ്റോക്കുകൾ വാങ്ങണ്ട എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് തന്നെയാണ് എടുക്കാം ഉദാഹരണത്തിന്. നമുക്ക് എല്ലാ മാസവും 1000 രൂപയുടെ സ്റ്റോക്കുകൾ എക്സാമ്പിളായിട്ട് ഒരു 10-ാം തീയതി വാങ്ങണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ പ്രൈസ് ഇപ്പോൾ പറയാൻ പാടില്ല എന്നാണ് സെബിൻ്റെ റൂൾ. അതുകൊണ്ട് നമുക്ക് മുമ്പത്തെ ഒരു പ്രൈസ് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊറോണ സമയത്താണ് നമ്മൾ എസ്.ഐ.പി എടുക്കുന്നത്. ആ ഒരു സമയത്ത് ഒരു 60-70 റേഞ്ചിലെല്ലാം വന്നിരുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൈസ്. നമ്മൾ ആ സമയത്ത് ഒരു എസ്.ഐ.പി സ്റ്റാർട്ട് ചെയ്തു ടാറ്റ മോട്ടോഴ്സിൽ. എല്ലാ മാസവും 10-ാം തീയതി ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ 1000 രൂപയുടെ ഷെയർ വാങ്ങാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ഏത് സ്റ്റോക്കായാലും നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടി വരും. അപ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എസ്.ഐ.പി സ്കിപ്പ് ചെയ്യാനുള്ള കാര്യം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഒരു 600 രൂപയാണ് നമ്മൾ ആ ഒരു റേഞ്ച് സെറ്റ് ചെയ്തെങ്കിൽ, പ്രൈസ് അതിന് മുകളിൽ പോകുമ്പോൾ ആ ഒരു എസ്.ഐ.പി ആ ഒരു മാസം സ്കിപ്പ് ചെയ്യും. വീണ്ടും ആ പ്രൈസ് റേഞ്ചിലേക്ക് തിരിച്ചു വരുമ്പോൾ വീണ്ടും വാങ്ങാൻ തുടങ്ങും. ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കൊരു നിശ്ചിത പ്രൈസ് റേഞ്ചിൽ ഒരു സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് ഇതുവഴി ഓട്ടോമേറ്റ് ചെയ്തേക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എക്സ്പയറി സെറ്റിംഗ് നമുക്ക് സെറ്റ് ചെയ്തേക്കാൻ പറ്റുന്നതാണ്. ഇത് 3 രീതിയിൽ സെറ്റ് ചെയ്യാം. ഒന്ന് ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡേറ്റ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫിക്സഡ് എമൗണ്ട് ബേസ് ചെയ്തിട്ടും സെറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ എടുക്കാം. നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒരു 1 lakh rupees സ്റ്റോക്ക് ആയ ശേഷം നമുക്ക് ഈ എസ്.ഐ.പി സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഒന്ന് നമുക്ക് മാനുവലായിട്ട് ചെയ്യാം. പക്ഷേ അത് വേണ്ട, നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തേക്കാം ഇത്. അതായത് 1 lakh ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു എമൗണ്ട് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു എസ്.ഐ.പി സ്റ്റോപ്പ് ആവും. അതേപോലെ ഒരു ക്വാണ്ടിറ്റിൻ്റെ ബേസിലാണെങ്കിൽ ഇപ്പോൾ ഒരു 10,000 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 1,00,000 ക്വാണ്ടിറ്റി മറ്റും ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ രീതിയിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡേറ്റ്, ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇത്ര മാസം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എസ്.ഐ.പി സ്റ്റോപ്പ് ചെയ്യണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതിൽ. നമ്മൾ എസ്.ഐ.പി വഴി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ സ്റ്റോക്കും 1,00,000 രൂപയുടെ ക്വാണ്ടിറ്റിയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളത്. നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്ക് ഉണ്ടാവില്ല സാധാരണ എസ്.ഐ.പി ആയിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകൾ. അപ്പോൾ ഓരോ സ്റ്റോക്കും 1,00,000 എത്തുമ്പോൾ നിൽക്കണം എന്നാണ് നമുക്ക് വേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതിൽ.
അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സാധാരണ രീതിയിൽ നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ കാര്യങ്ങൾ, പക്ഷേ അതൊന്നും നോക്കേണ്ട നമുക്ക് ആവശ്യമില്ല. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം ഇങ്ങനെ നമ്മൾ മാർക്കറ്റ് നമ്മളിപ്പോൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ എപ്പോൾ വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ ബ്രോക്കർ പ്ലാറ്റ്ഫോം തുറന്നു നോക്കുക. അപ്പോൾ നമുക്ക് ഇമോഷൻസിനെ ബാധിക്കും. നമ്മൾ ചിലപ്പോൾ SIP സ്റ്റോപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇത് തുറന്നു നോക്കാനൊരു ചാൻസ് കുറവാണ്. അപ്പോൾ എന്താ നമുക്കറിയാം ഇത് ഈ ഒരു എമൗണ്ട് എത്തുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആകും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കുറേ കൂടി നമ്മൾ ഡിസിപ്ലിൻഡ് ആക്കും. കൂടാതെ ഈ കാര്യങ്ങളിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി SIP എന്താണെന്ന് SIP കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ള കാര്യമൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വരും എന്നുള്ള കാര്യം തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ഇന്ന് അറിയുന്നൊരു കാര്യമാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു സ്മാർട്ട് SIP എന്നുള്ളത്. അത് ഇക്വിറ്റി, REITs, ETF, ഇൻവിറ്റ്സ് ഈ 4 പ്രൊഡക്റ്റിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട്. അതുകൂടാതെ ഫയേഴ്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ലിങ്ക് കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കോഴ്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. ഇനി ഈ ഒരു ഫീച്ചർ എടുക്കാൻ വേണ്ടി നിങ്ങൾ വെബിലാണ് എടുക്കുന്നതെങ്കിൽ ഓർഡർ വിൻഡോയിൽ പോയിട്ട് സ്മാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം സ്മാർട്ട് SIP സെലക്ട് ചെയ്താൽ മതി. ഇതേപോലെ മൊബൈലാണ് എടുക്കുന്നില്ലെങ്കിൽ ഓർഡർ വിൻഡോയിൽ സ്മാർട്ട് ഇക്വിറ്റി SIP രണ്ടും സെയിം തന്നെയാണ്, സിമിലർ ആണ് പ്രൊസീജിയർ. നിങ്ങൾക്ക് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇത് കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതായത് നിങ്ങൾ കൂട്ടുകാരിലാരെങ്കിലും ഇക്വിറ്റി SIP ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.